പൗരോഹിത്യ സ്ഥാനം തുടക്കമിടുന്നത് പരിശുദ്ധ മാമോദീസായിലാണ്. മാമോദീസായിലൂടെ രാജകീയ പുരോഹിത വർഗം എന്ന സ്ഥാനം ലഭിക്കുന്നതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ ആദ്യപടി മദ്യോനൂസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാമോദീസായാണ്. ആ നിലയിൽ ഞാൻ മാമോദീസ ഏറ്റ ഈ വിശുദ്ധ മാമോദീസ തൊട്ടി സ്ഥിതി ചെയ്യുന്ന ഈ വിശുദ്ധാലയത്തിൽ നിൽക്കുമ്പോൾ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും സ്വന്തം ഭവനത്തിലേക്ക് തിരികെ വന്ന ഒരു പ്രതീതിയും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന വന്യവൈദികരിൽ മാത്യു വർഗീസ് അച്ഛനും ഞാനും 4 വർഷം വൈദിക സെമിനാരിയിൽ ഒരു ക്ലാസ്സിൽ പഠിച്ച വ്യക്തികളാണ്. അതിലും ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സെമിനാരിയിലെ ഞങ്ങളുടെ എല്ലാം അനേക തലമുറകളുടെ ഗുരുവായിരുന്ന കോരുതും മൽപ്പാനച്ചൻ, മലങ്കര മൽപ്പാൻ കോരുതും മൽപ്പാനച്ചൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന 2 വിദ്യാർത്ഥികളും ഞങ്ങളായിരുന്നു. അത് ഇഷ്ടപ്പെട്ടത് സംഗീതത്തോടുള്ള, സുറിയാനി സംഗീതത്തോടുള്ള താല്പര്യം കൊണ്ടായിരുന്നു. വൈദിക സെമിനാരിയിലെ സുറിയാനി രാഗങ്ങളൊക്കെ ഏതാണ്ടൊക്കെ തിട്ടമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മൽപ്പാനച്ചൻ്റെ ശുപാർശ അനുസരിച്ച് ചില വർഷങ്ങളിലൊക്കെ ഒരു സ്ഥാനം നൽകാറുണ്ട്. ചിലർക്കൊക്കെ അറിയാം, എക്കാറിസ്റ്റ്. ഞങ്ങളുടെ ഫൈനൽ ഇയറിൽ മൽപ്പാനച്ചൻ എക്കാറിസ്റ്റ് സ്ഥാനത്തേക്ക് ഞങ്ങൾ ഇരുവരെയും ഒരുമിച്ചാണ് തിരഞ്ഞെടുത്തത്. അന്നും ഞങ്ങൾ സന്തോഷത്തോടെ പറയുമായിരുന്നു, ഞങ്ങൾ ഒരമ്മയുടെ ഗർഭത്തിൽ നിന്ന് സഭയാകുന്ന മാതാവിൻ്റെ ഗർഭപാത്രമാകുന്ന ഒരു മാമോദീസ തൊട്ടിയിൽ നിന്ന് വീണ്ടും ജനിച്ചവരാണ് എന്നുള്ളത്. ആ നിലയിലുള്ള സന്തോഷം എൻ്റെ പിതാവിനെക്കുറിച്ച് ഇന്നും വളരെയേറെ നല്ല ഓർമ്മ നിർത്തുന്നയാളാണ് വന്ദനായ ജോർജ് അച്ഛൻ. ഇന്നലെയും പറഞ്ഞു, എൻ്റെ പിതാവിനെ മാമച്ചൻ എന്നാണ് എല്ലാവരും സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. മാമച്ചൻ എന്നേക്കാൾ 6-7 വയസ്സ് മൂത്ത് എന്നെൻ്റെ അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ 93 വയസ്സ് പ്രായം ഉണ്ടാകുമായിരുന്നു. എന്നാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അപ്പോൾ 87 വയസ്സുള്ള ജോർജ് അച്ഛനേക്കാളൊക്കെ എത്ര സീനിയറായിരുന്നു. ജോർജ് അച്ഛൻ ആ ഓർമ്മയാണ് ഇന്നലെ പറഞ്ഞത്. മദ്ബഹയിൽ വളരെ കണിശമായി നിൽക്കുകയും ശ്രദ്ധയോടെ നിൽക്കുകയും എന്തെങ്കിലും തെറ്റുവരുത്തിയാൽ ഞങ്ങളെ ചെറിയ കിഴുക്കൊക്കെ തന്ന് നല്ല ഇമ്പമായി വായിക്കുവാനൊക്കെ പരിശീലനവും അദ്ദേഹം നൽകിയിരുന്നു എന്നത് ഞാനും അച്ഛനോട് പറഞ്ഞു. അച്ഛന് മാത്രമല്ല, 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മദ്ബഹായിലേക്ക് ശുശ്രൂഷകനായി ഞാൻ പ്രവേശിച്ചു. അല്ലെങ്കിൽ എൻ്റെ തിരുമേനി എന്നെ കൈ പിടിച്ച് ഉയർത്തി. അതിന് തൊട്ടടുത്ത് വരുന്ന എല്ലാ ഞായറാഴ്ചകളിലും സന്ധ്യാനമസ്കാരം കഴിഞ്ഞാൽ ഒരു ചെറിയ യുദ്ധമായിരുന്നു എൻ്റെ വീട്ടിൽ. കാരണം അപ്പച്ചൻ വിശുദ്ധ കുർബാനക്രമം എടുത്തുകൊണ്ട് വരുവാൻ എന്നോട് പറയും. അപ്പച്ചൻ്റെ സ്വതവേ നല്ല വോയിസ്, ഉയർന്ന സ്ഥായിയിൽ പാട്ട് പാടാനായിട്ട് കഴിവുണ്ട്. അതുകൊണ്ട് 51-ാം മസമൂർ മുതൽ അദ്ദേഹം എന്നോട് വായിക്കാൻ പറയും. ഞാൻ അന്നത്തെ എൻ്റെ രീതി അനുസരിച്ച് വളരെ താഴ്ന്ന സംസാര ശൈലി അല്ലെങ്കിൽ സംസാരിക്കുന്ന അതേ ഒരു സ്വരത്തിലൊക്കെയാണ് ഇതൊക്കെ വായിച്ചത്. അപ്പോൾ പറയും, അങ്ങനെ അല്ലടാ, ഇത് കുറച്ചുകൂടി ഉയർത്തി വായിക്കണം. അങ്ങനെ വായിക്കും. കുറേ നേരം ആകുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എന്നെക്കൊണ്ട് പറ്റുകയല്ല അപ്പച്ച എന്ന് പറഞ്ഞതിന് ഇപ്പോഴും നല്ലൊരു ശിക്ഷ കിട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ശിക്ഷ എന്താണെന്ന് പറയുന്നില്ല. പിന്നീട് ഇടവായനകളെല്ലാം വായിപ്പിക്കും. തുബ്ദയൻ 6 വായിപ്പിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുബ്ദയന് 1 വായിക്കാൻ കിട്ടുകയുള്ളൂ, പിന്നെ 6 വായിക്കുന്നത് എന്താണ്? നീ എല്ലാം വായിച്ച് ശീലിക്കണം. വേദപുസ്തകവും വായിക്കുമ്പോഴും ഇതേ നിഷ്ഠയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, വൈദികനായതിനു ശേഷം ആരാധന അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പൗരോഹിത്യ സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തിയ എൻ്റെ പുണ്യപിതാവും എൻ്റെ അനുഗ്രഹീതരായ ഗുരുജനങ്ങളും കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ബാലനായിരുന്ന എന്നെ പരിശീലനം നൽകിയത് എൻ്റെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഊർജവും ഈ വിശുദ്ധ ദേവാലയത്തിൽ നിന്നാണ്. രണ്ടാമത് എനിക്ക് സന്തോഷമുള്ളത്, ഇന്ന് ഈ ഇടവകയുടെ വികാരിയായി പ്രവർത്തിക്കുന്ന അനൂപച്ചൻ എൻ്റെ മകനാണ്.
എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പൗരോഹിത്യ സ്ഥാനം നൽകിയത്, പട്ടം നൽകിയത് ഞാനാണ്. അതുകൊണ്ട് എൻ്റെ മകൻ്റെ ഭവനത്തിൽ വരുന്ന ഒരു സന്തോഷവും എനിക്കുണ്ട്. മറ്റിവിടെ നിൽക്കുന്ന സീനിയറായിരിക്കുന്ന വൈദികരൊക്കെ നല്ല സുഹൃത്തുക്കളും ബാക്കി ചെറുപ്പക്കാർ വൈദികരെല്ലാം എൻ്റെ വിദ്യാർത്ഥികളുമാണ്. അങ്ങനെ എൻ്റെ ഗുരുക്കന്മാരോടും അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരോടും ശിഷ്യഗണങ്ങളോടും ചേർന്ന് ഇന്നത്തെ പെരുന്നാൾ ശുശ്രൂഷയിലെ ദിവ്യബലി അർപ്പിക്കുവാൻ യോഗ്യത നൽകിയ സർവശക്തനെ ഞാൻ അങ്ങേയറ്റം മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ എവൻഗേലിയൻ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ ഇന്ന് ആചരിക്കുന്നത് നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയുടെ പെരുന്നാളാണ്, പ്രതിഷ്ഠാ പെരുന്നാൾ ആണ്, അല്ലാതെ ഈ ഇടവേള മധ്യസ്ഥൻ്റെ മധ്യസ്ഥതയിലുള്ള പെരുന്നാളല്ല. അതുകൊണ്ടാണ് സഭയുടെ പ്രതിഷ്ഠയുടെ വേദഭാഗം തന്നെ ഇന്ന് വായിച്ചത്. അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠാ പെരുന്നാൾ ആയിരുന്നു. അപ്പോൾ യഹൂദ മത ജീവിതത്തിൽ തന്നെ ഈ പ്രതിഷ്ഠാ പെരുന്നാളിന് ഏറെ സാങ്കത്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. യേശുദമ്പുരാൻ ദേവാലയത്തിൽ ശ്ലേമോൻ്റെ മണ്ഡപത്തിൽ കൂടി നടക്കുകയായിരുന്നു. അപ്പോൾ യഹൂദന്മാർ അവനെ വളഞ്ഞു. അവനോട്, നീ എത്ര കാലം ഞങ്ങളെ സംശയിപ്പിക്കും? നീ മശിഹായാകുന്നുവെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ ആളുകളിൽ ഉൾപ്പെട്ടവർ അല്ല. പ്രതിഷ്ഠാ പെരുന്നാളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രയോഗം, അത് വ്യത്യസ്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെന്താണ്? നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവർ അല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ സാക്ഷ്യം വിശ്വാസയോഗ്യമാകാതെ പോകുന്നത് എന്നതാണ്. അതിൻ്റെ കൊറോളറിയായിട്ട് പറഞ്ഞാൽ അതെങ്ങനെയാണ്? സ്വർഗീയ പിതാവിൻ്റെ ആട്ടിൻകൂട്ടത്തിലെ അംഗങ്ങളാകുന്നു നമ്മളെങ്കിൽ ക്രിസ്തുവേശുവിൻ്റെ ഓരോ സാക്ഷ്യവും ചോദ്യം ചെയ്യുവാനായിട്ട് ഉത്സാഹവും ഉണർവും അനുസരണവും നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഈ യഹൂദ ജനത്തിനില്ലാതെ പോയി. കാരണം തങ്ങൾ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ല. അതുകൊണ്ട് നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തിലെ അംഗങ്ങളാണ്. ഈ ആട്ടിൻകൂട്ടത്തിലെ അംഗങ്ങൾ എന്ന കേവല നാമധേയം കൊണ്ട് അല്ല നമ്മൾ കർത്താവിനെ സാക്ഷിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ആടുകളാണോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ തൊഴുത്തിലെ അംഗങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ പ്രവൃത്തികളിലൂടെ അവനെ സാക്ഷിക്കണം എന്നാണ്. ഇവിടെ കാണുന്നു, നിങ്ങളെൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. അപ്പോൾ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് വേണ്ടത് ക്രിസ്തുയേശുവിൻ്റെ പ്രവൃത്തികളുടെ സാക്ഷികളാകുക എന്നതാണ്. ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ സാധാരണ ദൈവശാസ്ത്രത്തിൽ വർക്ക് ഓഫ് ഗോഡ് എന്നും ഗ്രീക്കിൽ എനർഗിയ എന്നുമൊക്കെ പറയുന്ന അതിശക്തമായ ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ദൈവത്തിൻ്റെ സാരാംശത്തിൽ, ദൈവത്തിൻ്റെ ഉണ്മയിൽ നമുക്കാർക്കും ദൈവത്തെ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. പിതാക്കന്മാർ പറയുന്നത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ എസെൻഷ്യലി സത്താപരമായ ഒരു വലിയ ആർക്ക് നികത്താനൊക്കാത്ത ഒരു വിടവുണ്ട്. അത് ക്രോസ് ചെയ്യാനായിട്ട് മനുഷ്യർക്ക് ഒക്കെയില്ല. ദൈവത്തിന് എന്നാൽ അത് സാധിക്കും. അതുകൊണ്ടാണ് ആ വിടവ് ക്രോസ് ചെയ്ത് കർത്താവ് തൻ്റെ ഏകജാതൻ മരുഭൂമി മണ്ണിലേക്ക് അവതാരം ചെയ്തത്. അതുകൊണ്ട് വിശ്വാസ സമൂഹത്തിന് ദൈവത്തിൻ്റെ സാരാംശത്തിൽ പങ്കാളിത്തം ഇല്ലെങ്കിലും, സാരാംശത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ലെങ്കിലും, ദൈവത്തിന് നമ്മുടെ പങ്കാളിത്തം തന്നിലുണ്ട് എന്ന് ഉറപ്പാക്കുവാനായിട്ട് അതിനാണ് ഈ പറയുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയിലെ പങ്കാളിത്തം, ഇംഗ്ലീഷിൽ പാർട്ടിസിപ്പേഷൻ ഇൻ വർക്ക് ഓഫ് ഗോഡ് എന്നാണ് നിസായിലെ ഗ്രിഗോറിയോസും മറ്റു പിതാക്കന്മാരും
പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഗ്രീക്കിൽ വേദശാസ്ത്രത്തിൽ ഒരു ഗ്രീക്ക് വാക്കുണ്ട് മെറ്റൂസിയ. ഉസിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സാരാംശമെന്ന്. അവിടെ നമുക്ക് പങ്കാളിത്തമൊന്നുമില്ല. എന്നാൽ പങ്കാളിത്തം ലഭിക്കുന്ന മേഖല ഏതാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ പങ്കാളികൾ ആകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളെൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളാകണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ട യോഗ്യത എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനായിട്ട് നമുക്ക് സാധിക്കുക എന്നതാണ് ദൈവശാസ്ത്രപരമായി ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം നേടുന്ന ആട്ടിൻകൂട്ടമാണ് യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭയുടെ മറ്റൊരു പേര് ആട്ടിൻകൂട്ടം എന്ന് തന്നെയാണ്. ആട്ടിൻകൂട്ടമാണ്. ഒരിടയനുണ്ട് നമുക്ക്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വലിയ ഇടയൻ്റെ കീഴിലുള്ള ആട്ടിൻകൂട്ടമാണ്. കർത്താവ് പറയുന്നു, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ ഞാൻ പോകുന്നിടത്തേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവും ഒരു വിശ്വാസിയും തമ്മിലുണ്ടായിരിക്കേണ്ടുന്ന ബന്ധത്തിൻ്റെ ഏറ്റവും മനോഹരമായ വർണ്ണനയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. റിയലൈസ് ദ വോയിസ് ഓഫ് അവർ ലോർഡ് ജീസസ്. ക്രിസ്തുവിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ആടുകൾ അങ്ങനെയല്ലേ? ഇടയൻ്റെ സ്വരം കേട്ടിട്ടാണ് ആടുകൾ ഇടയൻ്റെ പിന്നാലെ പോകുന്നത്. അതുപോലെയാണ് കർത്താവും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഉള്ളവരല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കെന്നെ മനസ്സിലാകുകയില്ല എന്നാണ് യഹൂദ മത നേതാക്കളോട്, അവനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന നേതാക്കളോട് പറഞ്ഞത്. അതുതന്നെയാണ്, നിങ്ങൾക്കെന്നെ മനസ്സിലാകുകയില്ല. നമ്മളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്കാണ് അല്ലേ, നിങ്ങൾക്കെന്നെ മനസ്സിലാവുന്നില്ല. കുടുംബത്തിലാണെങ്കിൽ ഭാര്യമാർ ഇടയ്ക്കിടയ്ക്ക് ഭർത്താക്കന്മാർ പറയുന്നു, അച്ഛാന് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. തിരിച്ചും അതുപോലെ പറയും അല്ലേ, നിങ്ങളെന്തുവാ മനുഷ്യയായി പറയുന്നേ, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേട്ടാൽ ഒരാൾ തമിഴും ഒരാൾ തെലുങ്കുമാണോ പറഞ്ഞത്? ആണോ മക്കളെ? നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണോ? പപ്പ തെലുങ്കും അമ്മ തമിഴുമാണോ പറയുന്നത്? അല്ലല്ലോ. പക്ഷെ എന്നിട്ടും പറയുന്നത് എന്താ? ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. മനസ്സിലാകണമെങ്കിൽ വേറൊരു ഭാഷ കൂടെ പഠിച്ചിരിക്കണം. ആ ഭാഷയുടെ പേര് ഹൃദയ ഭാഷ എന്നാണ്. ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. ഹൃദയ ഭാഷ പഠിക്കുന്നവരെ കൊണ്ട് മാത്രമേ മറ്റുള്ളവരുടെ ഭാഷ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില ആളുകൾക്ക് വലിയ കഴിവുണ്ട്. അവർക്കറിയാൻ വയ്യാത്ത ഭാഷയുള്ള ഒരാളോടാണ് സംസാരിക്കുന്നതും ആണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരാൾ ഇംഗ്ലീഷ് പറയും, ഒരാൾ മലയാളം പറയും. പക്ഷെ അവർ രണ്ടുപേരും നല്ലതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് എനിക്കറിഞ്ഞുകൂടാ. ദാറ്റ് മീൻസ് ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ഹാർട്ട്സ്. ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണത്. അതുകൊണ്ട് അന്യോന്യം മനസ്സിലാകണമെങ്കിൽ നമുക്ക് വേണ്ടിയിരിക്കുന്ന ഭാഷ അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത ഭാഷയല്ല. അത് കമ്മ്യൂണിക്കേഷൻ സാധിക്കും വേറൊരു തലത്തിൽ, ഭൗതിക തലത്തിൽ. ഒരു സ്പിരിച്വൽ വേൾഡിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് വേണ്ട ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ആ ഹൃദയ ഭാഷ തിരിച്ചറിഞ്ഞവരാണ് കർത്താവിൻ്റെ ആടുകൾ, കർത്താവിൻ്റെ ശിഷ്യന്മാർ, അവനെ അനുഗമിച്ച അനേക ആളുകൾ. പണ്ഡിതരായിരിക്കുന്ന, എബ്രായ ഭാഷയിൽ പ്രാവീണ്യം നേടിയിരിക്കുന്ന അനേക റാബിമാരും അല്ലെങ്കിൽ സാധൂക്യരുമൊക്കെ ഉണ്ടായിട്ടും അവർക്ക് കർത്താവിൻ്റെ എബ്രായ ഭാഷ അല്ലെങ്കിൽ അറായ ഭാഷ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? There is a gap between the heart of Jesus and heart of the Pharisees or the Sadducees or the so-called leaders of the religion. അതുകൊണ്ട് കർത്താവിൻ്റെ ഭാഷയെ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ആ ഭാഷ മനസ്സിലാക്കിയിട്ട് ആ ഭാഷയിലൂടെ അവൻ്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളിൽ സാക്ഷികളാകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ പ്രതിഷ്ഠ
അർത്ഥപൂർണമാകുന്നുവെന്ന് ഓർത്തിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുവെങ്കിലും നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിൽ എവിടെയായിട്ട് നടക്കുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ഹൃദയഭാഷ നമുക്കുണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെയും, ഇടവകയുടെയും പ്രതിഷ്ഠാ പെരുന്നാൾ ആചരിക്കുന്ന ഈ ദിവസത്തിൽ നമ്മളും വീണ്ടും കർത്തൃസന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടി? അവൻ്റെ നല്ല സാക്ഷികളാകുവാൻ. അവൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടതെന്താണ്? അവൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അത് സാധിക്കുന്നത് അക്ഷരങ്ങളിൽ ഊന്നിയ ഭാഷയിലൂടെയല്ല, മറിച്ച് ഹൃദയഭാഷയിലൂടെ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പിതാവ് നല്ല അനേക പ്രവൃത്തികളെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, എന്നിട്ട് നിങ്ങളെന്നെ കല്ലെറിയുകയാണ്. അത് കർത്താവ് പറയുകയാണ്. താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ കല്ലെറിയാനായിട്ട് ആൾ കൂടി. കർത്താവ് ചോദിച്ചു, നിങ്ങളിതിന് എന്നെ കല്ലെറിയുന്നേ? ചോദിച്ചെങ്ങനെയാണ്? എൻ്റെ പിതാവിൻ്റെ അടുക്കിൽ നിന്ന് അനേകം നല്ല പ്രവൃത്തികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, എന്നിട്ട് നിങ്ങളെന്തിനാ കല്ലെറിയുന്നത്? അവർ പറഞ്ഞു, നീ ദൈവപുത്രനാണെന്ന് സ്വയം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കല്ലെറിയുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ, ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു കൃത്യമായ പരിച്ഛേദമാണ് യഥാർത്ഥത്തിൽ ഇതുവഴി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്താ? നല്ല പ്രവൃത്തികൾ ചെയ്താലും നമുക്കുണ്ടാകുന്ന ഫലം പലപ്പോഴും കല്ലേറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കല്ലേറിന് കാരണമാകുന്നു? നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു എന്ന കാരണമാണ് ഇവിടെ പറയുന്നതെങ്കിൽ മറ്റേതല്ല. അവരവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സത്യവും നീതിയുമാണ് വലുത് എന്ന ധാരണയോടെ നമ്മൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കല്ലേറുകൾ സ്വാഭാവികം തന്നെയാണ്. അവിടെ കല്ലേറുകളും ഉണ്ടാവും. കർത്താവ് പറഞ്ഞത് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ പിതാവിന് സാക്ഷ്യം നൽകുന്നു, എന്നിട്ടും നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നാണ്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ നല്ല പ്രവൃത്തികൾ കണ്ടിട്ടും കല്ലെറിയുന്നൊരു സമൂഹമായിട്ട് യഹൂദ സമുദായം അധപതിച്ചു പോയി. ഇത് ലോകത്തിൻ്റെ മൂല്യബോധവും ദൈവത്തിൻ്റെ മൂല്യബോധവും തമ്മിലുള്ള ഒരു വ്യത്യാസം കൊണ്ടാണ്. മൂല്യബോധം മനുഷ്യനുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മൂല്യബോധമുണ്ട്. ആരെ കൊന്നാണെങ്കിലും എൻ്റെ പോക്കറ്റിൽ കാശ് വീണാൽ, ആരുടെ കഴുത്ത് ഞെരുക്കുകയാണെങ്കിലും എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുത്താൽ, ആരെ ചവിട്ടി പുറത്താക്കിയിട്ട് എനിക്ക് ഒരു പൊസിഷനിൽ ജോലിക്ക് കയറുവാൻ സാധിച്ചാൽ, ഇതൊക്കെ മനുഷ്യൻ്റെ മൂല്യബോധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങൾക്കാണ് നമ്മൾ ഈ മൂല്യം എന്നൊക്കെ കാണുമ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നത്, മറ്റുള്ള ഉപദ്രവിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമല്ല ഒതുക്കി നിർത്തേണ്ടത്. പ്രായോഗിക ജീവിതത്തിൽ എനിക്കർഹമാകാത്ത ഒരു സ്ഥാനത്ത് അർഹനായ ഒരാളെ മാറ്റി നിർത്തിയിട്ട്, ചവിട്ട് മാറ്റിയിട്ട്, തെളി മാറ്റിയിട്ട് ഞാൻ കയറിയിരിക്കുന്നെങ്കിൽ അത് ദൈവരാജ്യത്തിൻ്റെ മൂല്യമല്ല, അത് ഈ ലോകത്തിൻ്റെ മൂല്യമാണ്. ഈ അങ്ങനെയുള്ളൊരു ലോകമൂല്യങ്ങളിലാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ മൂല്യം അതല്ല. ദൈവരാജ്യത്തിൻ്റെ മൂല്യം അർഹമായത് ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് യാചിക്കുകയും, മറ്റൊരാൾക്കാണ് അർഹതയെങ്കിൽ അവന് ലഭിക്കുന്നുവെങ്കിൽ അതിന് ദൈവത്തോട് സ്തോത്രം പറയുകയും ചെയ്യുന്ന മൂല്യബോധമാണ്. ക്രൈസ്തവ സഭയ്ക്ക് പൊതുവായിട്ടുണ്ടായ അധപതനം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അധപതനങ്ങളാണ്. അതുകൊണ്ട് എന്താ വ്യത്യാസമുണ്ടായ ഔട്ട്കം എന്തുണ്ടായി? മറ്റുള്ള സമൂഹവും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പേരുകൊണ്ട് തോമാച്ചനും ചാക്കോച്ചനും അല്ലെങ്കിൽ സക്കറിയായും ഒക്കെ ആകുന്നു എന്നല്ലാതെ നമ്മൾ മറ്റു മതസ്ഥരായ ഒരു നാരായണൻകുട്ടിയോടോ കൃഷ്ണനോടോ അല്ലെങ്കിൽ ഒരു ദേവകി അമ്മയോടോ ഒക്കെ വ്യത്യാസം നമുക്ക് എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മൂല്യബോധത്തോടെ പ്രവർത്തിക്കുന്നത് ഇതര മതസ്ഥരായിരിക്കുമെന്ന് ഓർക്കുക. അതുകൊണ്ട് ഓർക്കുക, നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് യുവർ നെയിം, നിങ്ങളുടെ നാമം പേരുകളുടെ ബേസിസിലല്ല, റാദർ
on the basis of your witness the work of God. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെ സാക്ഷികളാകുവാൻ സാധിക്കുന്ന നിലയിലുള്ള മൂല്യബോധത്തിലേക്ക് ക്രൈസ്തവ സമൂഹം ഉണരുമ്പോഴാണ്, ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് സഭയ്ക്ക് അർത്ഥവത്തായ ജീവൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ പേരുകൾ വഹിക്കുന്ന ക്രിസ്ത്യാനികളും മൂല്യബോധത്തിൽ ഒരംശം പോലും സ്വർഗരാജ്യ മൂല്യങ്ങൾക്ക് വില കൊടുക്കാത്തവരും ആയിത്തീരും. അവിടെ നമ്മുടെ പ്രതിഷ്ഠ ഒരു അർത്ഥമില്ലാത്ത പ്രതിഷ്ഠയായിട്ട് ഭവിക്കുകയും ചെയ്യും. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇത് പറഞ്ഞ ആശയങ്ങളൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തികളെ കണ്ട് വിശ്വസിപ്പാൻ തക്കവണ്ണം അവൻ്റെ പ്രവൃത്തികൾ നമ്മുടെ മൂല്യബോധത്തിനനുസരിച്ചല്ല, സ്വർഗരാജ്യത്തിൻ്റെ മൂല്യബോധത്തിനനുസരിച്ച് കാണുവാനും കേൾക്കുവാനും ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ മൂല്യങ്ങൾ, ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ, അതിലെ പങ്കാളിത്തത്തിലൂടെ നമ്മിലൂടെ നിറവേറ്റപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. സർവശക്തൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.